ഹലോ ഗൈസ്, വീഡിയോ ബോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇവനെങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ്. ഇവനുണ്ടാക്കാൻ എനിക്ക് വെറും 150 രൂപയാണ് ചെലവുണ്ടായിരിക്കുന്നത്. അപ്പോ ഇവരെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്പീക്കർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ബോർഡ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മളെ 150 രൂപയുടെ സ്പീക്കർ ആംപ്ലിഫയർ ബോർഡ്. ഈ ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും ചിലവ് കുറച്ച് സ്പീക്കർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതെനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ബ്ലൂടൂത്ത് അഡാപ്റ്ററിന് വരെ 300 to 400 റേഞ്ച് വരുമ്പോൾ ഈ ബോർഡിന് 150 രൂപ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഇതിന് വേറെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ചാർജിങ് പോർട്ട് ഉണ്ട്, വോളിയം കൺട്രോൾ ഉണ്ട്, ഓക്സ് ഉണ്ട്, SD കാർഡ് സ്ലോട്ട് ഉണ്ട്, പിന്നെ USB കുത്താനുള്ള സൗകര്യം വരെ ഉണ്ട്. അപ്പോൾ ഈ ബോർഡിൻ്റെ അടിയിലുള്ള 2 ടെർമിനലിലാണ് നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ, അതായത് മുകളിലെ സൈഡിലാണ് നമുക്ക് 2 സ്പീക്കറിന് കണക്ഷൻ കൊടുക്കാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഈ സ്പീക്കർ ഉണ്ടാക്കാൻ വേണ്ടത് വെറും 3 സാധനങ്ങളാണ്. ഒന്ന് സ്പീക്കർ, രണ്ടാമത് നമ്മളെ ബോർഡ്, മൂന്നാമതൊരു റീചാർജബിൾ ബാറ്ററി. അപ്പോൾ നമുക്ക് സ്പീക്കർ ഉണ്ടാക്കുന്നതിന് പണി തുടങ്ങാം. ഇതിൽ മെയിൻ പരിപാടി എന്ന് പറയുന്നത് സോൾഡറിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും വയർ സോൾഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ വയറുകൾ സോൾഡർ ചെയ്തു. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതാ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്പീക്കറുകൾ സോൾഡർ ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൽ വയറുകൾ സോൾഡർ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരു സ്പീക്കറിൻ്റെ 2 വയറുകൾ എടുത്തിട്ട് മറ്റേ സ്പീക്കറിൻ്റെ ടെർമിനലിലോട്ട് സോൾഡർ ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2ൽ കൂടുതൽ സ്പീക്കറുകൾ നമുക്ക് ബോർഡിലോട്ട് സോൾഡർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്പീക്കർ ബോർഡിലോട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞാൻ പെട്ടെന്ന് ഇതിനൊരു കാർഡ്ബോർഡ് കൊണ്ട് ബോഡി ഉണ്ടാക്കിയിട്ട് ഇതിലെ സാധനങ്ങളൊക്കെ ഗ്ലൂ ചെയ്ത് വെച്ചു. എന്നിട്ട് പെയിന്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് അറിയണം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്പീക്കർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ലാപ്പ് എടുത്തിട്ടുണ്ട്. ഫോണിൽ ഷൂട്ട് ചെയ്യണോണ്ട് ഫോണിൽ പാട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഞാൻ ലാപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സ്പീക്കർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നമുക്കിതൊന്ന് ഓണാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ബ്ലൂടൂത്ത് സെറ്റിങ്സ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്പീക്കറുടെ പേര്, BT009A. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം എടുക്കും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കർ ലാപ്ടോപ്പിലോട്ട് കണക്ട് ആക്കിയപ്പോൾ തന്നെ ലാപ്ടോപ്പിലുള്ള ഏതോ ഒരു പാട്ട് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കൺട്രോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഞെട്ടലിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ ഈ ടെസ്റ്റിങ്ങിൽ സ്പീക്കറിൻ്റെ പെർഫോമൻസിന് ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇനി ബാക്കിയുള്ള വീഡിയോ കണ്ടോളൂ. ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ മാക്സിമം വോളിയം. അപ്പോൾ നമ്മൾ വോയിസ് കുറച്ച് കാണിച്ചുതരാം. എന്താ, നമുക്ക് സ്പീക്കറിൽ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതാ ലാപ്ടോപ്പിലുള്ള വോയിസും അത് ഫുള്ളാണ്, വോളിയം ഫുള്ളാണ്. പിന്നെ അതാ നമുക്ക് സ്പീക്കറിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടി കൂട്ടി കാണിച്ചു തരാം.
ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പോ ഇന്ന് സാധാരണ പോലെ ഒരു മേക്കിംഗ് വീഡിയോയിലുപരി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാല് ഇതുവരെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ മേക്കിംഗ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറെ കോമ്പണൻസ്, അതായത് ബ്ലൂടൂത്തിന്റെ അഡാപ്റ്ററും ആംപ്ലിഫയറും ചാർജിങ് മൊഡ്യൂളൊക്കെ പാടെ സോൾഡർ ചെയ്തിട്ടായിരുന്നു സ്പീക്കർ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഈ വീഡിയോയില് ആ പ്രശ്നമൊക്കെ സോൾവ് ആയി. എന്താ കാരണം ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ ആ പ്രശ്നമൊന്നും വേണ്ട. പോരാത്തതിന് ടൈമും പൈസയും സേവ് ചെയ്യാം നമുക്ക് ഈ വഴിയിലൂടെ. അപ്പോ പിന്നെ ഞാൻ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോർഡ് മുകൾക്കാക്കിയിട്ട് സ്പീക്കർ ഉണ്ടാക്കിയത്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.